നമുക്കൊരു മുന്തിരി വൈൻ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ മുന്തിരിങ്ങ നന്നായിട്ട് കഴുകി ഉപ്പും മഞ്ഞളും വിഷമൊക്കെ ഉള്ളതുകൊണ്ട് ഉപ്പും മഞ്ഞളും ഇട്ട് ഒരു 3-4 പ്രാവശ്യം കഴുകി ഇച്ചിരി നേരം ഉപ്പും മഞ്ഞളും ഇട്ട് വെച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് ഉണങ്ങി നല്ല വൃത്തിയായിട്ടുള്ളൊരു സ്ഥലത്ത് വെച്ച് ഉണങ്ങി എടുക്കുക. അതിന് ശേഷം നമുക്ക് വേണ്ടത് ഷുഗർ കാരമലൈസ് ചെയ്യുക. ഇതിലേക്ക് നമ്മളൊരു 3 ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി തിളപ്പിച്ച് ആറുന്നതിനായിട്ട് മാറ്റി വെക്കുക. ഈ സമയം കൊണ്ട് നമുക്ക് നന്നായി കഴുകി ഉണക്കി വെച്ചിരിക്കുന്ന ഭരണിയിലേക്ക് നമുക്ക് മുന്തിരിങ്ങ ഇടാം. ആ മുന്തിരിങ്ങ ഇടുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിടുന്നത് നല്ലതാണ്, കാരണം പെട്ടെന്ന് നമുക്കൊന്ന് അലിയാനായിട്ട് നല്ലതാണ്. അതിനുശേഷം ഒരു പിടി ഗോതമ്പ് അതിനുശേഷം നമുക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പ് ഇടാം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 5-6 ഏലക്ക, ഗ്രാമ്പു, 2 കറുവപ്പട്ട എന്നിവയിട്ട് നന്നായിട്ട് വീണ്ടും ഇളക്കുക. ഇനി നന്നായി ഇളക്കുക. അതിനുശേഷം വെള്ളത്തുണി കൊണ്ട് നന്നായി ടൈറ്റായി കെട്ടിവെക്കുക. ഇനി സൂര്യപ്രകാശം ഏൽക്കാത്തൊരു സ്ഥലത്ത് 21 ദിവസത്തേക്ക് നമ്മളിത് വെക്കുന്നു. ഇടയ്ക്കൊന്നും ഇളക്കുന്നില്ല. 21ാമത്തെ ദിവസം നമുക്കിനി ഒന്ന് എടുത്തു നോക്കാം. 21 ദിവസത്തിന് ശേഷം നമ്മൾ എടുത്തപ്പോഴുള്ള അവസ്ഥയൊന്ന് നോക്കിയാലോ. നല്ല ഫൈനായിട്ട് ഇരിപ്പുണ്ട്, നല്ല കളറ്. ഇനി നമുക്കിതൊന്ന് അഴിച്ച് നോക്കാം. അഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു അരിച്ചെടുക്കാം. അരിച്ച് മാക്സിമം അത് അരിച്ചെടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഭരണിയിൽ തന്നെയാണ് വീണ്ടും സൂക്ഷിക്കുന്നത്. ഒരു 2 ആഴ്ച അല്ലെങ്കിൽ 3 ആഴ്ചയും കൂടെ വീണ്ടും നമ്മൾ വെക്കുമ്പം ഇത് നന്നായിട്ട് ഊറി അതിൻ്റെ ആ വൈറ്റ് കളറൊക്കെ വരും. എന്നിട്ടാണ് കുപ്പികളിലെടുത്ത് വയ്ക്കുന്നത്. ഈ വരുന്ന ക്രിസ്മസ് ആകുമ്പോഴത്തേക്കും നല്ല പ്രോപ്പറായിട്ടുള്ള നല്ല കളറും ഗുണവുമുള്ള ഒരു വൈൻ നമുക്ക് കിട്ടും. പിന്നെ ആണെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നമുക്ക് ഷുഗർ കണ്ടൻറ്റ് കൂടുതലാണ്, അല്ലെങ്കിൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല. ഇതാകുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും. പറ്റുമെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.